അച്ഛനോ? ഇതെന്താ അച്ഛൻ ഇവിടെ നിന്ന് നടന്നത്? മലയ്ക്ക് പോണ കാര്യം എന്തായി അച്ഛാ? വ്രതം എടുക്കണല്ലോ അല്ലേ? അപ്പോഴേക്ക് എഴുത്തിമ്മ പുറത്തായി. അതിപ്പോ സാരല്ലല്ലോ, 4 ദിവസം കഴിഞ്ഞ് ഞാൻ കുളിച്ചു പോരാലോ. എഴുത്തിമ്മ കുട്ടിയുടെ അകത്തുണ്ട്, അച്ഛൻ കയറി കണ്ടോളൂ. ഞാനേ ചായ എടുക്കാട്ടോ. എന്താണ് ഇവിടെ ഉണ്ടേ, ഇങ്ങോട്ട് വാ. എന്താടാ? എന്താണ്? എന്ത് ബിസ്ക്കറ്റ്? ഒന്ന് പോയിക്കാ നീ. എന്ത് ബിസ്ക്കറ്റിന്റെ കാര്യം പറയുന്നു? എന്റെ കുട്ടി, ഞാൻ ആർക്കും ബിസ്ക്കറ്റ് കൊടുത്തിട്ടില്ലാന്ന്. ആര്? അച്ഛനോ? ആരിനെ പുറത്തേക്ക്? ഈ മിണ്ടാതിരുന്ന അവിടുന്ന് ആ കണ്ണി കണ്ടത് ഓരോന്ന് പറയാൻ നിൽക്കുന്നത്. നിങ്ങളെ പിടിച്ചത് പുറത്തേക്കിട്ട് അവള് മാത്രം ഉള്ളിൽ കൊണ്ട് വാതിലടയ്ക്കും. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് തോന്നിയതായിരിക്കും. അച്ഛൻ ഉണ്ടല്ലോ, എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ട് അടച്ചതായിരിക്കും വാതില്. എന്റെ കുട്ടിയെ, അല്ല നിങ്ങൾക്ക് തരാതെ അവർ തിന്നും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. എടാ, ഞാൻ കൊടുത്തിട്ടില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? ബിസ്ക്കറ്റ് അല്ലേ? അത് ഞാൻ തരാം, പോരെ? ഇതിലേ 5-8 ബിസ്ക്കറ്റിനേ ഉള്ളൂ കേട്ടോ. നവീജിയും കൂട്ടനും കൊടുക്കാൻ മറക്കല്ലേ. ചായ പുറത്ത് കണ്ടില്ല. അത് ഞാൻ അകത്ത് കയറി വന്നത്. എടുത്തമ്മ കഴിച്ചോ? ഇല്ല ഇല്ല, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, വേണ്ട. എടുത്തമ്മ കഴിച്ചോ? ഇത് ചായ നീ ചങ്കിലിരിക്കണ്ട. തച്ച ചായ അടുപ്പത്ത് അച്ഛൻ വന്നതല്ലേ, ചോറ് കൊടുക്കണ്ട അച്ഛന്. ചായല്ല, അവിയലിന്റെ കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്, അത് കരിയുള്ളൂ. ചായ ഇവിടെ വെക്കണ്ടേ? ബിസ്ക്കറ്റ് കഴിഞ്ഞോ? ചായ ഇപ്പൊ തരാമ. അച്ഛൻ പോവായോ? പിന്നെ എന്റെ മക്കള് അച്ഛന്റെ മകന്റെ ചോരയില് പിറന്നതാന്നുള്ളത് മറക്കാതിരുന്നാ മതി. അച്ഛൻ പോയിട്ടോ. ഏടത്തില്ലേ മക്കളെ ഞാൻ നോക്കിക്കോളാം.